ശ്രീകുമാറേട്ടാ, മന്നം ജയന്തി വരികയാണ്. കേരളം കണ്ട മികച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, സവർണ വിഭാഗത്തിൽ ജനിച്ചിട്ടും അവർണരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാമനീഷി. എങ്ങനെ ഓർക്കാം നമുക്ക് മന്നത്തെ? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു മന്നത്ത് പത്മനാഭൻ. ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ മന്നത്ത് ഭവനത്തിൽ അദ്ദേഹം ജനിക്കുമ്പോൾ ഒരു സമുദായം, നായർ സമുദായം പരിഷ്കരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രവർത്തന രംഗമെന്ന് പറയുന്നത്. ജീവിതം മുഴുവൻ ആ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അദ്ദേഹം തന്നെ അനുഭവിച്ചിരുന്നു. ഈ സമൂഹത്തിലുള്ള സമുദായത്തിലുള്ള അനാചാരങ്ങളെപ്പറ്റി. അവിടെയാണ് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ജനിച്ചത്. അന്ന് ഈ നായർ സമുദായത്തിലെ ഏറ്റവും പ്രമുഖമായ അല്ലെങ്കിൽ പ്രബലമായ അല്ലെങ്കിൽ കൊള്ളാവുന്നത് എന്ന് കരുതിയിരുന്ന ഒരു ആചാരമാണ് ഈ ബ്രാഹ്മണ സംബന്ധം എന്ന് പറയുന്നത്. സത്യത്തിൽ മന്നത്ത് പത്മനാഭൻ്റെ അച്ഛൻ ഒരു ബ്രാഹ്മണനായിരുന്നു. അവർ നമ്പൂതിരിമാർ വരിക, സംബന്ധം കൂടുക, അവരങ്ങ് പോവുക, ആ ഒരു രീതി ഉണ്ടായിരുന്നു. മന്നത്തിൻ്റെ അച്ഛനും മന്നം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് പോയി. പിന്നെ വേറൊരാൾ വിവാഹം കഴിച്ചു. മന്നത്തിൻ്റെ സഹോദരന്മാരൊക്കെ അങ്ങനെ ഉള്ളവരാണ് അനിയന്മാരെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അതൊക്കെ കണ്ടു വളർന്നതുകൊണ്ടാവാം വളരെ ചെറുപ്പത്തിലെ ഒരു ഉൽപ്പതിഷ്ണുവായ പരിഷ്കർത്താവിൻ്റെ ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. അദ്ദേഹം അഭിഭാഷകനായി മാറിയ ഒരു അധ്യാപകനെന്ന് വേണമെങ്കിൽ പറയാം. അധ്യാപകനെന്ന് പറയുമ്പോൾ പഴയ ഈ 9ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു പരീക്ഷ കഴിഞ്ഞ് അധ്യാപകനാകാൻ കഴിയുമായിരുന്നു. പിന്നെ ലീഡർഷിപ്പ് എന്നൊരു പരീക്ഷ എഴുതിയാൽ അഭിഭാഷകനാകാൻ കഴിയുമായിരുന്നു. 9ാം ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് ലീഡർഷിപ്പ് പരീക്ഷയാണ്. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു ആയിരുന്നു. ഔദ്യോഗിക ജീവിതത്തെ അങ്ങനെ അധ്യാപകനായി പ്രവർത്തനം ആരംഭിച്ച് ക്രമേണ ചങ്ങനാശ്ശേരി കോടതിയിൽ ഈ ലീഡർഷിപ്പ് പരീക്ഷ പാസ്സായ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ ശ്രീ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആൾ. ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് അദ്ദേഹം ആരംഭിച്ച ഒരുപാട് പരിഷ്കരണ ശ്രമങ്ങളുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ആചാര്യനും പരമാചാര്യനുമായിട്ട് ഇന്നും സമുദായം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴും അദ്ദേഹം ഒരിക്കലും ഒരു സമുദായത്തിൻ്റെ മാത്രമായ പ്രവർത്തകനോ അല്ലെങ്കിൽ നേതാവോ അല്ലെങ്കിൽ ആചാര്യനോ അല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ചുരുങ്ങിയില്ല. അദ്ദേഹം വളരുകയായിരുന്നു. വിശാലമായി വളരുകയായിരുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ ഉത്ഭവത്തെ പറ്റിയുള്ള കഥകൾ തന്നെ രസകരമാണ് എന്ന് പറഞ്ഞാൽ, പിന്നെ ചങ്ങനാശ്ശേരിയിൽ ഈ ശ്രീമൂലം തിരുനാളിൻ്റെ ജയന്തി ആഘോഷങ്ങൾ എല്ലാ വർഷവും നടക്കും. ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് നടക്കും. അവിടെ നടക്കുന്ന അവസരത്തിൽ 2 യോഗങ്ങളുണ്ടാകും സാധാരണ. ഒരു യോഗത്തിൽ ഒരു ക്രിസ്ത്യാനിയും വൈകിട്ടത്തെ യോഗത്തിൽ ഒരു നായരുമാണ് അധ്യക്ഷൻ എന്നൊരു കീഴ്വഴക്കമാണ് തുറന്നു വന്നിരുന്നത്. ഈ 1990 എന്ന് പറയുന്ന വർഷം, മലയാളം 1990 അങ്ങനെ നടന്ന ഈ ശ്രീമൂലം ജയന്തി ആഘോഷങ്ങളുടെ ഒരു കണ്ടങ്കരി കത്തനാർ എന്നൊരു വികാരി ജനറൽ അവിടെ പുതുതായിട്ട് വന്നു. അദ്ദേഹം എല്ലാവർക്കും വലിയ കാര്യമൊക്കെ ഉള്ള ആളാണ്. ആ വർഷത്തെ ജയന്തി ആഘോഷത്തിൽ അദ്ദേഹം 3 സമ്മേളനങ്ങൾ നടത്തി. ഈ സമ്മേളനം നടത്തി എപ്പോഴും ചങ്ങനാശ്ശേരി പെരുന്നയിൽ നിന്ന് നായന്മാരുടെ ഒരു സംഘമുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികളാണ് കൂടുതലുണ്ടായിരുന്നത്. ഇത് കണ്ട് അദ്ദേഹം 1ാമത്തെ യോഗത്തിലും 2ാമത്തെ യോഗത്തിലും ഈ 2 ക്രിസ്ത്യാനികളെയാണ് അധ്യക്ഷനായിട്ട് വെച്ചത്. 3ാമത്തെ യോഗം വന്നപ്പോഴും കത്തനാർ ഒരു ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ശ്രീ കൈനിക്കര കുമാരപിള്ള എന്ന് പറയുന്ന ഒരു നായർ പ്രമാണി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പ്രഖ്യാതരായ കൈനിക്കര സഹോദരന്മാരുടെ അമ്മാവനോ മറ്റുമാണ് അദ്ദേഹം. കൈനിക്കര സഹോദരന്മാരെന്ന് ഇപ്പോൾ പ്രസിദ്ധരായ പത്മനാഭപിള്ള, കുമാരപിള്ള അവരുടെയൊക്കെ അമ്മാവനോ മറ്റുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ സദസ്സിൽ കൂടുതലുണ്ടായിരുന്നത് ക്രിസ്ത്യാനികളായിരുന്നുകൊണ്ട് അവർ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. വേണ്ട, ഇപ്പോൾ കത്തനാർ പറഞ്ഞ ആളിനെ തന്നെ മതിയെന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ കൈനിക്കര കുമാരപിള്ള മാന്യനാണ്. അദ്ദേഹം പറഞ്ഞത് ഞാനാകുന്നില്ല, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. പക്ഷേ ഇത് മന്നത്ത് പത്മനാഭനെ ഭയങ്കരമായി ഹർട്ട് ചെയ്തു. അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഈ കീഴ്വഴക്കം ലംഘിച്ച് ഇങ്ങനെ അദ്ദേഹത്തെ അധ്യക്ഷനാക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോന്നു. അദ്ദേഹം പറയുന്നത് ഭാഗ്യവശാൽ അവിടെ നിന്ന് നായന്മാർ മുഴുവൻ അദ്ദേഹത്തെ അനുഗമിച്ച് ഇറങ്ങിപ്പോന്നു. അവർ നേരെ വന്ന് പെരുന്നയിൽ വന്ന് ഒരു യോഗം അറേഞ്ച് ചെയ്ത് അടുത്ത ദിവസം വിജയദശമി ആയിരുന്നു. അടുത്ത 1-2 ദിവസങ്ങളില്ല അന്ന് പ്രത്യേകമായി ഈ ശ്രീമൂലം തിരുനാളിൻ്റെ ജയന്തി ആഘോഷം വിപുലമായ തോതിൽ പല സ്ഥലങ്ങളിൽ നിന്നും ആളിനെ വരുത്തി ഗംഭീരമായി നടത്തി. അതാണ് ഈ വിജയദശമി സമ്മേളനം എന്ന് പറഞ്ഞ് ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ആ സമ്മേളനം. ഞാൻ പറഞ്ഞത്,
പിന്നെ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് NSS അവിടെ നിന്നാണ് NSS. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ കൃഷി മൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നു. ഈ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും അവിടെ സാധാരണഗതിയിൽ ജാതിപരമായി നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ശരിയല്ലെങ്കിലും പൊതുവെ ക്രിസ്ത്യാനികളാണ് ജയിക്കുന്നത്. നായന്മാർ പലരും ഉണ്ട്. പക്ഷേ നായന്മാരുടെ 50 രൂപ കരം കൊടുക്കുന്നവർക്ക് അന്ന് വോട്ടവകാശം വോട്ടുള്ളൂ. കരമടയ്ക്കുന്നവർക്ക് വോട്ടുള്ളൂ. എന്നിട്ട് ഈ 50 പേരിൽ കൂടുതലും നായന്മാരുണ്ടായിരുന്നെങ്കിൽ പോലും ഭൂമിയൊക്കെ നായന്മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്നും നായന്മാരങ്ങ് തൂക്കുക. കാരണം ഈ പരസ്പരം പാര വെക്കുന്ന ഒരു രീതിയാണല്ലോ നായന്മാർക്ക് ഉള്ളത്. അതാണല്ലോ ഈ പിന്നെ അങ്ങനെ ഒരു സ്വഭാവം പണ്ടേ ഉണ്ട്. അന്നുണ്ടായിരുന്നു. അന്നല്ല ഇന്നും ഉണ്ട്. ഇത് അന്ന് കാര്യമായിട്ടുണ്ടായിരുന്നു. നേരത്തെ നായർ സമാജമൊക്കെ കേരളീയ നായർ സമാജം എന്നൊക്കെ സംഘടനകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ, അപ്പോൾ ഈ വിജയദശമി സമ്മേളനത്തിൻ്റെ ആവേശത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴേ മന്നത്ത് നിശ്ചയിച്ച് എന്തു വന്നാലും ഇത്തവണ സമുദായത്തിൽ നിന്ന് ഒരാൾ തന്നെ ആവണം എന്ന് വിചാരിച്ച് അദ്ദേഹം വർക്ക് ചെയ്ത് നമ്മുടെ വാൽപ്പറമ്പിൽ വേലായുധം പിള്ള എന്ന ഒരു പ്രമാണമുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ജ്യേഷ്ഠനാണ് ഈ വാൽപ്പറമ്പിൽ. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും അദ്ദേഹം ഒരു സമ്പന്നനായ ഒരു കച്ചവടക്കാരനായിരുന്നു. അത് പൊതുവെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ നിന്ന് സ്വന്തമായി ഈ ബിസിനസ് ചെയ്ത് വളർന്ന ഒരു അധ്വാനിച്ച് വാൽപ്പറമ്പിൽ വേലായുധം പിള്ള. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ജയിക്കുകയും ചെയ്തു. വാൽപ്പറമ്പിൽ വേലായുധം ജയിക്കുകയും ചെയ്തു. അന്ന് തന്നെ ആ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തന്നെ ഇവരെല്ലാവരും കൂടി 14 പ്രമുഖരായ 14 പേരും കൂടി മന്നത്ത് ഭവനത്തിലെത്തുകയും അന്ന് പിന്നെ മന്നത്തെ ചാണകം ഒഴുകിയ തറയിൽ മന്നത്ത് പാർവതിയമ്മ കൊളുത്തി വെച്ച നിലവിളക്കിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇവർ 14 പേര് അന്ന് സെൻറ്റ് വർക്ക്മെൻസ് സ്കൂളിൽ അധ്യാപകനായിട്ടാണ് കെ കേളപ്പൻ, പിൽക്കാലത്ത് പ്രസിദ്ധനായിരുന്ന കെ കേളപ്പൻ അധ്യാപന ജീവിതം ആരംഭിച്ച ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹത്തെയും കൂട്ടി വന്ന് ഈ മന്നത്ത് കേരള ഗാന്ധി കേളപ്പൻ അദ്ദേഹമാണ്. അദ്ദേഹത്തെയും കൂട്ടി വന്ന് ആ ദിവസം തന്നെ വൈകിട്ട് അവിടെ സന്ധ്യാനേരമായി വിളക്ക് കൊളുത്തി വെച്ച് മന്നത്ത് പാർവതിയമ്മയാണ് മന്നത്തിൻ്റെ അമ്മ. അവർ അങ്ങനെ മന്നത്തെ ചാണകം ഒഴുകിയ തറയിൽ മന്നത്ത് പാർവതിയമ്മ കൊളുത്തി വെച്ച ആ വിളക്ക് സാക്ഷിയാക്കിക്കൊണ്ട് 14 നായന്മാർ ചേർന്നൊരു പ്രതിജ്ഞ എടുത്തു. അത് അവിടെ നിന്ന് മന്നം എഴുതി കൊടുത്തതാണ് ഈ പ്രതിജ്ഞ. ഞാൻ നിരന്തരം നായർ സമുദായോന്നതിക്കായി പരിശ്രമിക്കുകയും എൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെയുള്ള പരിശ്രമത്തിനിടയിൽ മറ്റൊരു സമുദായാംഗങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. സത്യം സത്യം സത്യം. അങ്ങനെയാണ് ഈ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊള്ളുന്നത്. നായർ സമുദായ ഭൃത്യജന സംഘം എന്നാണ് അതിന് പേരിട്ടത്. അത് ഈ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. അപ്പോൾ ഈ സർവൻസ് എന്ന പദത്തിൻ്റെ തർജ്ജിമയെന്നുള്ള നിലയിലാണ് ഈ ഭൃത്യജന സംഘം എന്ന് പേരിട്ടത്. അത് കഴിഞ്ഞ ശേഷം മുൻഷി പരമുള്ള എന്ന് പറയുന്ന ഒരാൾ ഉണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനും സ്കൂൾ ഇൻസ്പെക്ടറും ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ജോലിക്ക് വരികയും NSS പ്രവർത്തനങ്ങളെ സഹകരിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് ഈ പേര് നായർ സമുദായ ഭൃത്യജന സംഘം എന്നുള്ള പേര് മാറ്റണമെന്നും സർവീസ് എന്നുള്ളത് തന്നെ ഇട്ടാൽ മതി, അതുകൊണ്ട് നമുക്ക് കൃത്യമായ അർത്ഥം കിട്ടിക്കൊള്ളും, ഇംഗ്ലീഷ് ക്രമേണ അങ്ങ് മലയാളമായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പേരിട്ടത് അദ്ദേഹമാണ്. അതാണ് ഈ മുൻഷി പരമുള്ളയാണ്. അങ്ങനെയാണ് നായർ സർവീസ് സൊസൈറ്റിയായി മാറിയത്. അങ്ങനെയാണ് ഇദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ പ്രമുഖന്മാരായ പലരും നായർ സമാജങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രമുഖന്മാർ, അതായത് CV രാമപിള്ളയെ പോലെയുള്ള കേരളീയ നായർ സമാജം, സമസ്ത കേരള നായർ സമാജം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ പ്രമാണിമാരും വലിയ ആൾക്കാരുമാണ് ഉണ്ടാക്കിയത്. കരുത്തുള്ളവരാണ്, എല്ലാ അർത്ഥത്തിലും സ്വാധീനമുള്ളവരാണ്. പക്ഷേ അതൊന്നും പച്ച പിടിച്ചില്ല. അതിങ്ങനെ വന്ന് പോകുന്ന ഒരവസ്ഥയിലാണ് ഈ നായർ സമുദായ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റിയായി ഉണ്ടാവുകയും പിന്നീട് അവിടെ നിസ്വാർത്ഥനായി ഈ മനുഷ്യനെ കിട്ടിയതാണ് അതിൻ്റെ ഒരു തലപ്പത്ത് കിട്ടിയെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേൽക്കാത്ത ഒരു ഗ്രാമം പോലുമില്ല പഴയ തിരുവിതാംകൂറിൽ. അദ്ദേഹം നടന്നും ഇരുന്നും എന്നാൽ കാശുള്ളവരിൽ നിന്ന് എങ്ങനെ കാശ് വാങ്ങിക്കാമെന്നും ഭൂമിയുള്ളവരിൽ നിന്ന് എങ്ങനെ ഭൂമി വാങ്ങിക്കാമെന്നും സ്വന്തമായി യാതൊന്നും ചിന്തിക്കാതെ. അപ്പോൾ ഈ മുൻഷി പരമുള്ളയുടെ യാത്രയപ്പ് കഴിഞ്ഞ അവസരത്തിൽ അദ്ദേഹം അന്ന് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് സാമാന്യം നല്ല വരുമാനമുണ്ട്, വലിയൊരു കുടുംബമുണ്ട്, 4 സഹോദരന്മാരുണ്ട്, അമ്മയുണ്ട്, പിന്നെ അച്ഛനില്ല, അച്ഛൻ ആ നമ്പൂരിയായിരുന്നു, പിന്നെ ഒരു വിവാഹം കഴിച്ചതാണ് അമ്മ, അവരുടെ മക്കളാണ് ഈ 4 പേര്. ഈ കുടുംബം ചെയ്യേണ്ട ജോലി ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് അത്ര സമ്പന്നമൊന്നും അല്ലായിരുന്നു ഈ മന്നത്ത് വീടെന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻഷി പരമുള്ള ഈ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകിയ യോഗത്തിൽ വെച്ച് പറഞ്ഞ് ഈ സംഘടന നന്നായി പോകുന്നുണ്ട്, പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നവരായ പറ്റും. ഒരാളെങ്കിലും എല്ലാം കളഞ്ഞ് ഈ സംഘടനയ്ക്ക് വേണ്ടി സംഘടനയുടെ മാത്രം പ്രവർത്തകനായി ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഘടന നന്നായി പോകത്തുള്ളൂ. അന്നത്തെ സമയമല്ലേ എന്ന് പറഞ്ഞു. ആ കൃതജ്ഞത പറഞ്ഞുകൊണ്ടിരുന്ന മന്നം അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ ഇനിമേലിൽ എൻ്റെ വക്കീൽ പണി ഇതായി പൊതുജന സമക്ഷം ഉപേക്ഷിക്കുന്നു. ഇനിമേലിൽ ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തകൻ മാത്രമായിരിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി
ആ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നൊരു വരുമാനം ഇത് എല്ലാം അറിഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്ന ആളുകൾ പോലും ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. ഞാൻ ഇനി മേൽ ജീവിതത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ വലിയൊരു ത്യാഗമാണ് അദ്ദേഹം ചെയ്തത്. അന്ന് വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലത് അമ്മയോട് പറയാൻ വലിയ ഒരു മടി. എങ്ങനെയാണ് ഇത് പറയുന്നത് എന്ന് കൂടെ വന്നവരുമൊക്കെ ചേർന്ന് അമ്മയോടെ ഈ വിവരം പറഞ്ഞ് അമ്മയുടെ കണ്ണിൽ നിന്ന് ഒത്തിരി കണ്ണുനീര് വീണു. പക്ഷേ അദ്ദേഹം പിന്നെ പറയുന്നത് പിന്നെ ആ കണ്ണുനീര് വിഷമത്തിൻ്റെതായിരുന്നുവെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ 60ാം ജന്മദിനത്തിൽ, അപ്പോഴത്തേക്കും നായർ സർവീസ് സൊസൈറ്റി വളരെ വലിയ സംഘടനയായി കഴിഞ്ഞിരുന്നു, ഇതൊക്കെ ചെയ്തു നിന്ന് പെരുന്നയിൽ അദ്ദേഹത്തിന് ഗംഭീരമായൊരു സ്വീകരണം നൽകി. അത് കാണാൻ എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മ മുൻനിരയിൽ തന്നെ വന്നിരുന്ന് അമ്മ കണ്ണുനീർ വാർത്തു ഈ എനിക്ക് ലഭിച്ച അത് സന്തോഷത്തിൻ്റെ കണ്ണീർ എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ആണ് ഈ നായർ സർവീസ് സൊസൈറ്റി തുടങ്ങി. പിന്നെ അദ്ദേഹം ഇത്ര ത്യാഗധനനായ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല സമൂഹത്തിൽ. അത് ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. SNDP യോഗം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പുലയ മഹാസഭ ഉണ്ടായിട്ടുണ്ട്, അയ്യങ്കാളിയുണ്ട്, ശ്രീനാരായണ ഗുരുണ്ട്. ഇവർക്കൊക്കെ ഓരോ പരിവേഷങ്ങളുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന് ആധ്യാത്മികമായൊരു പരിവേഷം ഉണ്ടായിരുന്നു, അയ്യങ്കാളിക്കും അതേപോലെയുള്ള മറ്റു ചില പരിവേഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇത് നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ. അദ്ദേഹം പിന്നെ സവർണ സമുദായ നേതാവ് എന്ന് പറയുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അവർണ സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർണരെന്ന് കരുതപ്പെടുന്നവർക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്ത മറ്റൊരു നേതാവില്ല. വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും മുൻനിരയിൽ അദ്ദേഹമായിരുന്നു. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി TK മാധവൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പിന്നെ KP കേശവമേനോൻ അടക്കമുള്ളവർ അതിനകത്ത് പങ്കെടുത്തു. പക്ഷേ അതിൻ്റെ ചാലക ശക്തികളിൽ പ്രധാനിയായിരുന്നു വന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രാമസ്വാമി നായ്ക്കരും ഒക്കെ ഉണ്ട്, ശരിയാണ്. രാമസ്വാമി നായ്ക്കരും ഒക്കെ ഇവിടെ വന്നിരുന്നു, ശരിയാണ്. പക്ഷേ വന്നത്ത് പത്മനാഭന് അതിൻ്റെ ചാലക ശക്തികൾ, അദ്ദേഹമാണ് സവർണ ജാഥ നയിച്ചത്. പിന്നെ എങ്ങോട്ടേക്ക്? തിരുവിതാംകൂറിലേക്ക്. അപ്പം അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഗാന്ധിജിയാണ് പറഞ്ഞത് അങ്ങനെ ഒരു മുന്നോക്ക സമുദായം എന്ന് പറയുന്നവരുടെ ഒരു ജാഥ നടത്തി അവരെ സംഘടിപ്പിച്ച് അല്ലാതെ നടക്കത്തില്ലെന്ന്. കാരണം ഗാന്ധിജി ഇവിടെ വന്നതാണ്, ഇണ്ടംതുരുത്തി പനയിൽ അദ്ദേഹത്തെ പുറത്തിരുത്തിയതാണ്, അറിയാമല്ലോ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം. അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. എത്രയെത്ര ഈ അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ എത്രയെത്ര സമരങ്ങളും ഇഷ്ടമുണ്ട്. ഒരിക്കൽ ഈ സമരത്തിനിടയ്ക്ക് വൈക്കം സത്യാഗ്രഹത്തിനിടയിലാണ് ഒരു നമ്പൂതിരിയും എല്ലാ സമുദായക്കാരും ചേർന്നാണ് ഈ റോഡിലേക്ക് പോകുന്നത്, സത്യാഗ്രഹം നടത്തുന്നത്. ഇവിടെ ഒരിക്കൽ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളും ഒരു നമ്പൂതിരിയും വേറൊരാളും കൂടി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി. സത്യാഗ്രഹം കഴിഞ്ഞ് വന്ന അവിടെ ഇരിപ്പുണ്ട്. ഏതാണ്ട് ഉച്ച സമയത്താണ് ഇവരെത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഊണ് കൊടുക്കണം. അപ്പോൾ അമ്മ ഊണെടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ അതിൽ പുലയ സമുദായത്തിൽപ്പെട്ട ആളാണ്. എന്നാൽ നമുക്കറിയാമല്ലോ, അങ്ങനെ പുലയ സമുദായത്തിൽപ്പെട്ട ആളെ അകത്തിരുത്തി ഊണ് കൊടുക്കുന്ന സമ്പ്രദായം അന്നിൽ ഇന്ന് തന്നെ ഇല്ല പലയിടത്തും. അന്നത്തെ കാലത്ത് വന്നം പറഞ്ഞാൽ അവർക്കെല്ലാം ഊണ് കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മയൊന്നും എല്ലാവർക്കും ഊണ് കൊടുത്തു. അവിടുത്തെ വാതിക്കലും ഇതിട്ട് പായിട്ടു ഊണ് കൊടുത്തു. ഊണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ജോലിക്കൊരു സ്ത്രീ വരും. അവർക്ക് മനസ്സിലായി അതിൽ ഒരാൾ പുലയ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞപ്പോൾ എല്ലാം ഈ പാത്രത്തിൽ തന്നെയാണ് അദ്ദേഹം ഊണ് കൊടുത്തത്. അദ്ദേഹം ആലോചിച്ചു, പാത്രത്തിൽ തന്നെയാണ് ഊണ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പാത്രം എടുക്കണമല്ലോ. അപ്പോൾ ജോലിക്കാരി അവരെ ഊണ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ജോലിക്കാരി അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പെലേൻ്റെ പാത്രം കഴുകാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ജോലിക്കാർ പറയുന്നത് കേട്ടു. അപ്പം വന്നമാകെ വിഷമിച്ചു. അത് ഇവരുടെ എല്ലാവരുടെയും പാത്രം എടുക്കുന്ന കൂട്ടത്തിൽ അത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയല്ല, അത് ശരിയുമല്ലല്ലോ. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു, പിന്നെ ഞാൻ കഴിയുക. അപ്പോൾ അമ്മയോട് എങ്ങനെ പറയുന്നത്? ഇനി അമ്മയുടെ മനസ്സിൽ എന്തോന്ന് അറിയത്തില്ലല്ലോ, അമ്മ പഴയ ആളല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം തന്നെ ഈ പാത്രം എടുത്ത് കഴിയാൻ. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, നീ അവിടെ വെച്ചാൽ മതി, ഞാൻ കഴുകിക്കോളാം, നീ അങ്ങ് പൊക്കോ, അവരുടെ അടുത്തോട്ട് പോകും. അതാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത്. അങ്ങനെ അത് ആദ്യത്തെ പന്തിഭോജനം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരുപാട് പന്തിഭോജനങ്ങളെ പറ്റി പിന്നെ പറയുന്നുണ്ട്. പക്ഷേ അന്നത്തെ ചാവടിയിൽ നടന്ന ആ പന്തിഭോജനത്തോളം തിളക്കമുള്ളൊരു പന്തിഭോജനം പിന്നെ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് പറയാം. അതാണ് ഒന്ന്. പിന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവരാ പാത്രം കഴിയും. അവർ പറഞ്ഞു അവനെന്താ വലിയ സന്ദേശമാണ് അദ്ദേഹം നൽകി. അതിനെന്താണെന്ന് ആ സ്ത്രീ പറഞ്ഞുതരാം, വന്നത്തിൻ്റെ മാതാവ് പറഞ്ഞു. പിന്നെ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്ന TK മാധവനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. TK മാധവൻ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹമാണ് കാക്കനാട കോൺഗ്രസിൽ ഈ അയിത്തോച്ചാറിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത്, ഗാന്ധിജിയെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിച്ചതൊക്കെ TK മാധവനാണ്. പക്ഷേ TK മാധവൻ ആകസ്മികമായി മരിച്ചുപോയി. അദ്ദേഹം വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന TK മാധവൻ്റെ വന്നം മറ്റൊന്ന് ചിന്തിക്കാതെ TK മാധവൻ്റെ പുത്രനെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇനി TK മാധവൻ്റെ മകൻ NSS വിദ്യാലയത്തിൽ സൗജന്യമായി പഠിച്ചോളൂ.
പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ്റെ വിദ്യാഭ്യാസത്തിൽ ഇനിയുള്ള കാലത്ത് എല്ലാം നോക്കുകയാണ്. അദ്ദേഹം അങ്ങനെയാണ്. അതിന് ബാബു വിജയനാഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിൽക്കാലത്തൊരു പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവൊക്കെ മാറിയാറാണ്. തിരുവനന്തപുരത്ത് താമസം ഡോക്ടർ ബാബു വിജയനാഥൻ എന്നാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പലതവണ ചങ്ങനാശ്ശേരിയിൽ എല്ലാ പിറന്നാളിനും ചങ്ങനാശ്ശേരിയിൽ സ്ഥിരമായി എത്തുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ജീവിതം മുഴുവൻ അദ്ദേഹം വന്നത്തിലൂടെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം SNDP ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ആളിൻ്റെയാണ് മകനാണെന്ന് നോക്കണം. ഇങ്ങനെ ഇത് ഇങ്ങനെ പലരുടെയും കഥകളുണ്ട്. അവിടെ വന്ന് ഈ കഷ്ടപ്പാട് നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഡ്രൈവർ നാരായണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആയുഷ്കാലത്ത് വർഷങ്ങളോളം അദ്ദേഹത്തിന് ഡ്രൈവർ ഈ അദ്ദേഹം നായർ സമുദായാംഗമല്ലായിരുന്നു. ഡ്രൈവർ നാരായണൻ എന്ന് പറയുന്നത് പിന്നോക്ക സമുദായക്കാരെന്ന് വീക്ഷിക്കപ്പെടുന്ന ആളാണ്. അദ്ദേഹമായിരുന്നു ഈ ദീർഘകാലം മന്നത്തിൻ്റെ ഡ്രൈവർ. മന്നം മരിച്ചു കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വേറെ ആരുടെയും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ NSS നിന്നും അദ്ദേഹത്തിന് ഒരു ലോറിയോ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹം പിന്നെ കോൺഗ്രസിൻ്റെ ഒരു INTUC നേതാവൊക്കെ ആയിട്ട് ചങ്ങനാശ്ശേരിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ചങ്ങനാശ്ശേരി പഠിച്ചിരുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഈ ഡ്രൈവർ നാരായണൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം. അദ്ദേഹമായിരുന്നു വന്നത്തിൻ്റെ ഡ്രൈവർ എന്ന്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇടുങ്ങിയ സമുദായിക ചിന്തകളിൽപ്പെട്ട ഒരു മനുഷ്യനെ ആയിരുന്നില്ല അദ്ദേഹം എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇത്രയേറെ സംവിധാനങ്ങളും ഇത്രയേറെ ആസ്തിയും ഇത്രയേറെ കോളേജുകളും എല്ലാം ഒരു ധിഷണാശാലിയായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്വയം ആലോചിച്ച് കറുകച്ചാലിലാണ് ആദ്യത്തെ ഭൂമി ദാനം NSS കിട്ടിയത്. അന്ന് കറുകച്ചാലിലാണ് NSSൻ്റെ ആദ്യത്തെ വിദ്യാലയം പണിയാൻ തീരുമാനിച്ചത്. വിദ്യാലയം പണിയുമ്പോൾ 17 ഏക്കർ സ്ഥലം കൊടുത്തു. പിന്നെ അത് 70 ഏക്കറായിട്ട് മാറി. അതാണ് NSSൻ്റെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ നടവേൽ ഇരവിക്കുറുപ്പ് എന്ന് പറയും. ഈ നമ്മുടെ പഴയ മന്ത്രിയായിരുന്ന K. നാരായണക്കുറുപ്പിൻ്റെയൊക്കെ ഒരു അമ്മാവനാണ് നടവേൽ ഇരവിക്കുറുപ്പ്. അദ്ദേഹമാണ് ആദ്യത്തെ ഭൂമിദാനം നടത്തുന്നത്. അവിടെ സ്കൂളിൻ്റെ പണി നടക്കുന്ന അവസരത്തിൽ നിങ്ങൾ രാവിലെ അപ്പോഴത്തേക്ക് ഇദ്ദേഹം ജോലിയെല്ലാം രാജിവെച്ചത് മാത്രമേ ഉള്ളൂ. രാവിലെ ഈ പണി നടക്കുമ്പോൾ വൈകിട്ടത്തേക്ക് കൂലി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ നടന്ന് വൈകുന്നേരം ഒരു സമയത്ത് വന്നു ചേർന്നാണ് ഈ കൂലി കൊടുത്ത് പറയുന്നത്. ആ സമയത്ത് ഒരു അനുഭവം കൂടി കൃത്യമായിട്ട് പറയും. ഒരിക്കലും അദ്ദേഹം ഈ കാശില്ലാതെ ഇങ്ങനെ നടന്ന് കാനമെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കാനവും കറുകച്ചാലും കുറേ ദൂരമുണ്ട്. നടക്കുമ്പോൾ അതൊരു വ്യത്യാസം നമുക്കറിയാം. അപ്പോൾ ഈ എരുമക്കുഴിയിൽ അയ്യപ്പൻ നായർ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് അദ്ദേഹം ചെന്നത്. അദ്ദേഹം അവിടെ ഇല്ല, ഗൃഹനാഥൻ അവിടെ ഇല്ല. കാശില്ലാതെ പോകാനും നിർത്തില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നിരുന്ന് തളർന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങി രാത്രിയിൽ ഒരു 8-9 മണിയായപ്പോഴാണ് ഈ മനുഷ്യൻ വരുന്നത്. ആരാണ് ഈ വീട്ടുകാരൻ വരുന്നത്? ചന്തയിൽ നിന്ന് കച്ചവടമൊക്കെ. ഇദ്ദേഹത്തെ അറിയാം. പപ്പുള്ള സാറെന്ന് അദ്ദേഹം എന്നറിയപ്പെടുന്നത്. ഈ കോടതിയിൽ പോവുകയും അധ്യാപനമൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ. അയ്യോ എടി ഇതാരായി കിടക്കുന്നതെന്ന് ഇത് പപ്പുള്ള സാറല്ലേ പറഞ്ഞു. അപ്പം അപ്പോഴും അദ്ദേഹം ഉടനെ വേണ്ടി ചോദിച്ചു, ഇതിങ്ങനെ ഞാനിങ്ങനെ വന്നതാണ്. അപ്പം അദ്ദേഹം നേരെ അകത്തി ചെന്ന നീ വല്ലതും കൊടുത്തോ അദ്ദേഹത്തിന്? ഇല്ല, കൊടുത്തില്ല. കഞ്ഞിയുണ്ട്, കഞ്ഞി ഇരിപ്പുണ്ട്, ഇച്ചിരി കഞ്ഞി ഇരിപ്പേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിങ്ങ് തന്നാട്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ കഞ്ഞിക്കകത്ത് അല്പം മാത്രം ഉണ്ടായിരുന്ന ഈ കഞ്ഞി മൂന്തി കുടിച്ച് ആണ് ക്ഷീണം തരുന്നത്. അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് സദ്യകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ വീട്ടിലിരുത്ത് സൽക്കരിക്കാൻ ഒരു സമുദായവും മനുഷ്യരുമൊക്കെ വരി നിന്ന കാലഘട്ടമുണ്ട്. അന്ന് എരുമക്കുഴി അയ്യപ്പൻ നായരുടെ വീട്ടിൽ നിന്ന് കുടിച്ച ആ കഞ്ഞിയുടെ സ്വാദ് ഇതിനൊന്നും എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു. പോരാ നേരമായപ്പോൾ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സാരമില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ ഇപ്പോൾ കാശൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനൊരു വലിയ പുതി പുള്ളി തുറന്നു നോക്കാതെ വന്നു. അതുകൊണ്ട് അപ്പം ഞാൻ നാളെ വെളുപ്പിനെ പോയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ പറ്റത്തില്ല, അവിടെ പഠിക്കാതെ നോക്കി നിൽക്കാമെന്ന് പറഞ്ഞാൽ 9 മണിക്ക് നടന്ന് വീണ്ടും 1 മണിക്കൂറോളം നടന്ന് കറുകച്ചാലിലെത്തിയാണ് കൂലി കൊടുത്തത്. ഇങ്ങനെയുള്ള എത്ര ത്യാഗങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അറിയാമോ? എന്ന് വെച്ചാൽ ഈ ത്യാഗത്തിന് സ്വന്തമായി ഒന്നും ഉണ്ടാകാതെ സ്വന്തമായി ഇത്തരക്കാർ സമുദായത്തിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ ഒക്കെ കുറവാണ്. അതിനകത്ത് അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അത്രയും ത്യാഗം സഹിച്ചാണ് അദ്ദേഹം ഈ മഹത്തായ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ കളികൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒരു മനുഷ്യനായി കാണുകയാണ് നമുക്ക് പ്രചോദനമാണ് ആവശ്യം. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ പറ്റി ഒരു ക്ഷേത്രം പണിതു പട്ടയിൽ. ആദ്യത്തെ 1ാം നമ്പർ NSS കരയോഗത്തിൻ്റെ ഇവിടെ ക്ഷേത്രം പണിതു. അതൊക്കെ സത്യത്തിൽ വലിയ തെറ്റായ കാര്യങ്ങളാണ്. കാരണം അദ്ദേഹത്തെ മനുഷ്യനായി കണ്ടത് അസാധാരണമായ പ്രവൃത്തികൾ ചെയ്ത, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സാധാരണക്കാരനായ മനുഷ്യൻ. ഏത് സാധാരണക്കാരനും ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തോളം ഉയരാൻ കഴിയുന്നൊരു പ്രചോദനമാണ് മന്നത്തിൻ്റെ ജീവിതം നമുക്ക്. തീർച്ചയായിട്ടും അതാണ് നിസ്വാർത്ഥമായ സേവനം കൊണ്ടും അക്ഷീണമായ കർമ്മശേഷി കൊണ്ടുമാണ് അദ്ദേഹം ഇതിഹാസ പുരുഷനായ ഒരു യുഗപ്രഭാവനായി മാറിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അത്തരക്കാർ അപൂർവമാണ്. മന്നം ഒരു മാതൃകയാണ്, മന്നം ഒരു പ്രചോദനമാണ്. അതാണ് ഈ മന്നം ജയന്തി ആഘോഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം കാട്ടിയ എല്ലാ കളികളും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിസ്വാർത്ഥം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി മാത്രമാണ്. അന്ന് ഞാൻ NSSൻ്റെ പ്രവർത്തകൻ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് തീരുമാനിച്ചിറങ്ങി വീട്ടിൽ ചെന്നതിന് ശേഷം ജീവിതത്തിൽ NSSന് പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിൽ ഒരു സമുദായക്കാരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. രാഷ്ട്രീയമായി ചിലർ എതിർക്കേണ്ടി വന്നിട്ടുണ്ട്, അതിനപ്പുറം ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ്
അദ്ദേഹത്തിന് അഭിമാനത്തോടെ മരണം വരെ പറയാൻ കഴിയുമായിരുന്നു. ഹിന്ദു സമൂഹത്തിൻ്റെ സമാജത്തിൻ്റെ യോജിപ്പിനും അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ കേൾക്കുന്നത് പോലെ ഒന്നുമല്ല. പിന്നെ സവർക്കറും ഗോൾവാൾക്കറും ഒക്കെ ചങ്ങനാശ്ശേരിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ആശീർവാദം നേടിയിട്ടുണ്ട് എന്നും നമ്മൾ ഓർക്കണം. ഇതാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞു നിർത്താനുള്ളത്. ഈ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മാതൃകയാണ് മന്നം. സ്വന്തം സമുദായത്തിൻ്റെ ഉന്നതിക്കൊപ്പം മറ്റു സമുദായങ്ങളുടെ ഉന്നതിയും അവർക്ക് ദോഷം വരാത്ത വണ്ണം എൻ്റെ സമുദായത്തിൻ്റെ ഉന്നതിയും എന്ന മുദ്രാവാക്യത്തോടുകൂടി വളരെ ത്യാഗനിർഭരമായൊരു ജീവിതം നയിച്ച ഒരു മഹാമനീഷിയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു യുഗപ്രഭാവൻ. നന്ദി.